ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിൽ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? ഇത്രയും വർഷമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് എനിക്കൊന്നും അവിടെ പോയി കാണാനോ കണ്ടു തൊഴാനോ ഒന്നും പറ്റിയിട്ടില്ല. എല്ലാ വർഷവും എല്ലാവരോടും ചോദിക്കും, പറയും നല്ല തിരക്കാണ്, പോകാനായിട്ട് ബുദ്ധിമുട്ടാവും, പോയാലും ഉള്ളിൽ കയറി തൊഴാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വർഷം എന്താണെന്നറിയില്ല, ഇന്നലെ 10 ദിവസത്തെ ഉത്സവമാണ് അവിടെ നടക്കുന്നത്. ഇന്നലെ 9ാം ദിവസമാണ്. ഇന്നലെ 9ാം ദിവസത്തെ ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോയി. എന്തായാലും രാവിലെ 8 മണിയാകുമ്പോൾ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ വലിയ ക്യൂ അപ്പം ഇല്ല, എന്നാൽ നല്ല തിരക്കുണ്ട്. പക്ഷേ എന്നാലും നാലമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാം എന്ന് വിചാരിച്ചു. ഉള്ളിൽ കയറാൻ നല്ല തിരക്കാട്ടോ. നാലമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ആ ഒരു സെക്കൻഡ് നേരം, നമ്മൾ പറയില്ലേ, നമുക്കൊരു സെക്കൻഡ് നേരം ഒരു ദർശനം, അതേപോലെ അത്ര തിരക്കായിട്ടും ആ സെക്കൻഡ് നേരം എനിക്കൊരു ദർശനം കിട്ടിയത് കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹം തന്നെ. പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് ശീവേലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശീവേലി കുറച്ച് നേരം നിന്ന് കണ്ടു. അപ്പോൾ അവിടെ സ്പെഷ്യൽ ഇപ്പോൾ ഈ ഉത്സവ സമയത്ത് അവിടെ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടെങ്കിലും ഈ ഉത്സവ സമയത്ത് 10 ദിവസം അവിടെ കഞ്ഞിയാണ് പ്രധാനം. അപ്പോൾ കഞ്ഞി, പുഴുക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയി, ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് കയറി. അത്യാവശ്യം നല്ല തിരക്കാണ്. ക്യൂ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ. ചിലർ പറയണത്, ഞങ്ങൾ കണ്ടപ്പോൾ ചില ആൾക്കാർ പറയണു ഒരു 3 മണിക്കൂറൊക്കെ നിന്നു. പക്ഷേ ഭാഗ്യം ഞങ്ങൾക്ക് അരമണിക്കൂർ നിൽക്കേണ്ടി വന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അരമണിക്കൂർ നിന്ന് കഞ്ഞിക്ക് കുടിച്ച്, കഞ്ഞിക്ക് ഞങ്ങൾക്ക് മത്തലശ്ശേരിയും പിന്നെ പപ്പടം, തേങ്ങാപ്പൂളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴാണ് പുറത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കണ്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഇന്നലെ കൃഷ്ണനെ കണ്ട് തൊഴാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ പറയണതേ, തിരക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എവിടെയും പോകാണ്ടിരിക്കരുതെന്നാണ്. കാരണം അവിടെ തിരക്കിൽ എല്ലാവരും വന്നിട്ടുള്ളവരായതുകൊണ്ടാണ് തിരക്കുണ്ടായത്. നമ്മളും അതുപോലെ പോകുമ്പോൾ അതേ ഒരു തിരക്ക് തന്നെ നമുക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തിരക്കാണ്, തിരക്കൊഴിഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ പിന്നെ പോവുക, അങ്ങനെ എങ്ങനെയെന്നുള്ളത് പറഞ്ഞിട്ട് ഇരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ഇത്രയും കാലം അങ്ങനെയായിരുന്നു. തിരക്കിൽ പോകാൻ എനിക്കിഷ്ടമില്ല. തിരക്കുള്ളിടത്ത് പോയി നിൽക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവിടെ പോയി ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോൾ ബുദ്ധിമുട്ടാവും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ തിരക്കുള്ള സ്ഥലത്തേക്ക് പൊതുവെ എനിക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ പോയപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ തിരക്കുണ്ടെന്ന് പറഞ്ഞ് എവിടെയും മാറി നിൽക്കാൻ പാടില്ലെന്ന്. നമ്മൾ പോകണം. നമ്മൾ പോയാലല്ലേ നമുക്ക് കാണേണ്ട കാഴ്ചകൾ, തിരക്കിൽ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തിരക്കുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എവിടെയും പോകാണ്ടിരിക്കരുത് കേട്ടോ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.